ഈ അതായത് ഈ മാർച്ചിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് രാഹുൽ, പ്രിയങ്ക, KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ മറ്റ് കേരളത്തിലെ MP അടക്കമുള്ളവർ മുൻനിരയിൽ തന്നെയുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധ ജ്വാല തന്നെ തീർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് ഈ മാർച്ച് മുൻപോട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തങ്ങൾ പിൻപോട്ടില്ല, അതായത് ഈ കമ്മീഷനെതിരായ പോരാട്ടത്തിൽ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മാർച്ച് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്, അതായത് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. മാർച്ച് മുൻപോട്ട്, അതായത് ഏകദേശം ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇവിടെ വലിയ ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നത്. 2 ലെയർ ബാരിക്കേഡുകളാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ബാരിക്കേഡിനെ മറികടന്നുകൊണ്ട് ഈ നേതാക്കൾക്ക് ഇപ്പുറം കടക്കുക എന്നുള്ളത് ഏറെ ദുസ്സഹമാണ്. പക്ഷേ അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് മാർച്ച് മുൻപോട്ടേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. അതായത് മാർച്ച് അവിടുന്ന് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അതായത് തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് 30 നേതാക്കളെ കാണാമെന്ന് കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞെങ്കിൽ പോലും അത് അംഗീകരിക്കില്ല. തങ്ങൾക്ക് ഈ പ്രതിഷേധ ജ്വാലയുമായിട്ട്, അല്ലെങ്കിൽ ഈ പ്രതിഷേധ മാർച്ചുമായിട്ട് തങ്ങൾക്ക് ഈ ആസ്ഥാനത്തേക്ക് എത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധ മാർച്ചിലേക്ക് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളൊക്കെ തന്നെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ MP പ്രധാനമായിട്ടും ഈ മാർച്ച് നേതൃത്വം നൽകുന്നത്. കോൺഗ്രസ്, അതുപോലെ SP അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ഈ മാർച്ചിന് മുൻനിരയിൽ തന്നെയുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ നേതൃത്വം നൽകുന്ന ഈ മാർച്ചിന് വലിയ പിന്തുണയാണ് രാജ്യത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം വിജയകരത്തിലേക്ക്, അല്ലെങ്കിൽ വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് ആശങ്കയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നീണ്ട നിരയാണ്. അതായത് ഈ ദൃശ്യങ്ങൾ നമ്മൾ ദൂരോട്ട് കാണുന്നത്, അതായത് അങ്ങ് അകലേക്ക് കാണുന്നത് വലിയൊരു നിര തന്നെയാണ്. ഏകദേശം 300-ലധികം വരുന്ന MP ഈ ഇതിലുണ്ട്. അതായത് ഇപ്പോൾ ഈ ബാരിക്കേഡിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക. അതായത് നമ്മൾ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാവരും തന്നെ അതായത് അതായത് നമ്മളെ ഇവിടുന്ന് ഇപ്പോൾ ഈ സുരക്ഷാ ജീവനക്കാർ മാറ്റുകയാണ്. അതായത് ഇതിൽ പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും, പക്ഷേ ഇതിൽ നമ്മളെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫോഴ്സ്, അതായത് സെക്യൂരിറ്റി ഫോഴ്സുകൾ ഓരോന്നായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും മറ്റു സുരക്ഷാ ജീവനക്കാരൊക്കെയും ഇവിടേക്ക് എത്തുന്നു. അവർ നമ്മളെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നോക്കുകയാണ് പ്രധാനമായിട്ട്. അതായത് ഈ ബാരിക്കേഡ് മറികടന്ന് വേണം മുൻപോട്ടേക്ക് എത്താൻ. പക്ഷേ ഈ ബാരിക്കേഡ് മാറ്റാൻ ജ്വാലയിലേക്ക് എത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന രാഹുൽ ഗാന്ധി മുന്നിലുണ്ട്. അതായത് ഈ മാർച്ച് നയിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു നിര തന്നെ ഉണ്ട്. 300-ലധികം ലോക്സഭയിലെയും രാജ്യസഭയിലെയും 300-ലധികം വരുന്ന MP ഇപ്പോൾ ഈ മാർച്ചുമായിട്ട് അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം ഒരു 600 മീറ്റർ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം. അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിന് മുൻപോടിയായിട്ട് തന്നെ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. മാർച്ച് തടയുമെന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള യാതൊരു അതായത് നടപടിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നേരത്തെ തന്നെ മാർച്ച് നടത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ മാർച്ചിന് അനുമതി നൽകില്ല എന്നാണ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധ മാർച്ചിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP എത്തിയിരിക്കുന്നത്. ഈ പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് SIR എന്ന് പറയുന്നത് FIR പോലെയാണ്. അതുകൊണ്ട് തന്നെ അത് പിൻവലിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. വോട്ട് ചോരി വിവാദം ഉൾപ്പെടെയുള്ള പ്ലക്കാർഡുകളാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള MP ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന സുപ്രിയ സുലെയും അടക്കമുള്ളവർ നമ്മുടെ ഈ ദൃശ്യങ്ങൾക്ക് മുൻപിലേക്കുണ്ട്. പക്ഷേ ഇവരെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. അവർ മുന്നിലേക്ക് ദൃശ്യങ്ങൾ കാണുന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുൻപിലേക്ക് എത്തിക്കുന്നു.
നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഷാഫി പറമ്പി അടക്കമുള്ള